മന്ത്രി OR കേളുവിന്റെ എസ്കോർട്ട് വാഹനം അപകടത്തിൽപ്പെട്ടു. കടയ്ക്കൽ പോലീസ് സ്റ്റേഷനിലെ ജീപ്പാണ് പത്തനാപുരത്ത് തലകീഴായി മറിഞ്ഞത്. ASI ഹരികുമാർ, CPO സജിൻ എന്നിവർക്ക് പരിക്കേറ്റു. ഇപ്പോൾ തന്നെ അരമണിക്കൂറിന് മുമ്പ് ഒരു ആക്സിഡന്റ് കഴിഞ്ഞതേ ഉള്ളൂ. അത് അങ്ങോട്ട് മാറ്റി കഴിഞ്ഞപ്പോഴാണ് അടുത്തത്. ഇത് മറ്റേ കടയ്ക്കൽ PS വണ്ടിയാണ്. കേളു മിനിസ്റ്റർക്ക് പൈലറ്റ് വന്ന വണ്ടിയാണ്. ചെറിയ ചാറ്റൽ മഴ ഉണ്ടായിരുന്നു. ബ്രേക്ക് ചെയ്തു, സ്കിഡ് ചെയ്ത് പോയി മതിലിടിച്ചു. അവിടെ നിന്ന് വന്ന് പൾട്ടി അടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. ഈ റോഡിന്റെ ഒരു പണിയുടെ അപാകതയുണ്ട്. അത് ജീവജനെ അറിയിക്കുന്നത്. കാരണം നിരവധി അപകടങ്ങൾ ഈ വളവിലായി. ആദ്യത്തേതും അവസാനത്തേതും അല്ല നിരവധി അപകടങ്ങളായി. അപ്പോൾ ഒറ്റ അടിക്കിഞ്ഞ് പോരുകയാണ്. ബ്രേക്കില്ല. അപ്പോൾ സംഭവം ചീഫ് എഞ്ചിനീയറിനെ അറിയിക്കേണ്ട ഒരു കാര്യമുണ്ട്. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ അറിയിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുന്നത്. ലിജോ റോളൻസ് വിവരങ്ങൾ നൽകും. ലിജോ, എങ്ങനെയാണ് ഈ അപകടമുണ്ടായത്? പരിക്ക് സാരമുള്ളതാണോ? അനീഷ, ഇന്ന് വൈകുന്നേരം 5:30യോടുകൂടെയാണ് ഈ വാഴത്തോപ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് അപകടം നടന്നത്. പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയുടെ ഭാഗമാണ് ഈ വാഴത്തോപ്പ് എന്ന് പറയുന്ന സ്ഥലം. അതായത് ഈ മന്ത്രി OR കേളുവും ഒപ്പം തന്നെ MLA ആയിട്ടുള്ള ജനീഷ് കുമാറും ഉണ്ടായിരുന്നു. ഈ മന്ത്രിക്ക് എസ്കോർട്ട് പോയ കടയ്ക്കൽ പോലീസ് സ്റ്റേഷനിലെ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. കൊല്ലം ജില്ലയുടെ അതിർത്തിയായ തട്ടത്തുമലയിൽ നിന്നാണ് മന്ത്രിയുടെ വാഹനത്തിന് ഈ കടയ്ക്കൽ സ്റ്റേഷനിൽ വാഹനം എസ്കോർട്ടായി പോയിട്ടുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. എന്തായാലും ഈ അപകടത്തിൽ നമ്മൾ കാണുന്നത് പോലെ തന്നെ ജീപ്പ് മറിയുകയും വലിയ രീതിയിലുള്ള ഒരു അപകടമാണ് ഉണ്ടായത്. പക്ഷേ 2 പോലീസ് ഉദ്യോഗസ്ഥർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്ന് പറയാം. അവർക്ക് പരിക്കുണ്ട്, പക്ഷെ അതൊന്നും അതീവ ഗുരുതരമല്ല എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു ഉദ്യോഗസ്ഥന്റെ കഴുത്തിനും മറ്റൊരു ഉദ്യോഗസ്ഥന്റെ കൈക്കുമാണ് പരിക്കേറ്റിരിക്കുന്നത്. ഈ അപകടത്തിന്റെ കാരണം സംബന്ധിച്ച് മീഡിയ വൺ തന്നെ നേരത്തെ അവിടെ പോയി വാർത്ത ചെയ്തിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ വാഴത്തോപ്പ് എന്ന് പറയുന്നത്. ഒരു വളവ് ഉള്ള ഒരു സ്ഥലമാണ്. മാത്രമല്ല റോഡിന്റെ നിർമ്മാണത്തെ പറ്റി അശാസ്ത്രീയമാണെന്നുള്ള വലിയ രീതിയിലുള്ള പരാതികളൊക്കെ ഉയരുകയും ചെയ്തിട്ടുണ്ട്. കുറച്ചു നാളുകൾക്ക് മുൻപാണ് ഒരു പ്രൈവറ്റ് ബസ്, സ്വകാര്യ ബസ് അവിടെ അപകടത്തിൽപ്പെടുകയും ചെയ്തത്. മഴയുണ്ടായിരുന്നു. അത്തരത്തിൽ വേഗത്തിൽ വന്നപ്പോൾ ആ വളവിൽ ഒരുപക്ഷെ ബ്രേക്ക് ചെയ്ത സമയത്ത് സംഭവിച്ചതായിരിക്കാം എന്നുള്ളതാണ് പ്രാഥമിക നിഗമനം. അനീഷ. ശരി, ലിജോ റോളൻസ് ആണ് വിവരങ്ങൾ നൽകിയത്.